ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അലക്സ് മാത്യു. ഷോപ്പ് കേരളാൻഡ് ടെക്സ്റ്റൈൽ. പത്തനംതിട്ട കോഴഞ്ചേർ റോഡില് നന്ദനത്ത് ജീവന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇന്ന് വന്നിട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രേപ്പാരറ്റൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 മാസമൊക്കെ ആ ഗ്രേപ്പാരറ്റ് വന്നിട്ടുണ്ട്. അതിൽ സ്റ്റോക്ക് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഗ്രേപ്പാരറ്റ് ആണ്. അതുപോലെ തന്നെ ലോറീസ് ആണെങ്കിൽ നമുക്ക് റെയിൻബോ ലോറീസ്, അതുപോലെ ഡസ്കി ലോറീസ്, അങ്ങനെയുള്ള വെറൈറ്റീസ് എല്ലാം വന്നിട്ടുണ്ട്. ലോറീസ് നല്ലപോലെ സംസാരിക്കുന്ന പേരാണ്. ഈ ഗ്രേപ്പാരറ്റും ലോറീസും നല്ലപോലെ സംസാരിക്കുന്നതാണ്. പിന്നെ നമുക്ക് സൺകൊണോറ്, സ്മോക്കോറിൽപ്പെട്ട പൈനാപ്പിൾ, യെല്ലോ ഷെയ്ഡ്, ആഫ്രിക്കൻസ്, അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. ഫുള്ളായിട്ട് കണ്ടാൽ കുറച്ച് വിലവരും ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവുള്ളൂ. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. നമ്മൾ ഓരോ വീഡിയോസ് ഇടുന്നതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് ക്യാപ് ലോറിയാണ്. നല്ലപോലെ സംസാരശേഷിയുള്ള ബേഡാണ് ബ്ലാക്ക് ക്യാപ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് 4 പീസ് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് സെൽഫ് ഫീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവർ നല്ലപോലെ സംസാരിക്കുന്നതാണ്. നമ്മൾ ഈ പ്രായത്തിലൊക്കെ എടുത്ത് 1 മണിക്കൂർ എൻ്റെ കൂടെ ട്രെയിൻ ചെയ്യാമെങ്കിൽ നല്ലപോലെ സംസാരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 20ാമത്തെ ലക്കി ഡ്രോയുടെ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് ബ്ലാക്ക് ക്യാപ് ലോറിയാണ്. 550 രൂപയാണ് ടോക്കൺ റേറ്റ് വരുന്നത്. ഒരു ഭാഗ്യശാലിക്ക് 550 മുടക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് ക്യാപ് ലോറിയാണ് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ലഭിക്കാൻ പോകുന്നത്. 1 മുതൽ 100 ടോക്കൺസ് ആണ്. 15 പ്രൈസ് അടങ്ങുന്ന 20ാമത്തെ ലക്കി ഡ്രോയുടെ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്ന ബ്ലാക്ക് ക്യാപ് ലോറിയാണ്. മൊത്തത്തിൽ നമുക്ക് 4 പീസ് അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഏകദേശം 10 മാസം പ്രായമായ ഫുള്ളി ടേമഡ് ആയിട്ടുള്ള ലോറീസ് ആണ്. DNA കൺഫേം ചെയ്ത് 2 ഫീമെയിൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 ഫീമെയിലാണ്. DNA കൺഫേം ചെയ്തതാണ്. ഏകദേശം 10 മാസം പ്രായമുള്ള 2 ഫീമെയിലാണ്. ഇത് നല്ലപോലെ സംസാരിക്കുന്ന പേടാണ്. നല്ലപോലെ ടോക്ക് ചെയ്യുന്നൊരു പേര് തന്നെയാണ് ലോറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലോറീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4 കളറോളം വരുന്നതാണ് ലോറീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ്. ഹെഡിലൊരു കളറ്, അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഒരു കളറ്, അങ്ങനെ ഏകദേശം ഒരു 4 കളറോളം വരുന്നതാണ്. നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ടോക്ക് ചെയ്യുന്ന പേടാണ്. നല്ലപോലെ സംസാരിക്കുന്ന പേടാണ്. 2 ഫീമെയിലാണ്. DNA കൺഫേം ചെയ്ത് DNA കാർഡ് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ളി ടേമഡ് ആയിട്ടുള്ള ഗ്രേപ്പാരറ്റ് ആണ്. ഗ്രേപ്പാരറ്റിൻ്റെ മെയിലാണ്. ഏകദേശം 7 മാസം പ്രായമുള്ള ഫുള്ളി ടേമഡ് ആയിട്ടുള്ള ഗ്രേപ്പാരറ്റ് ആണ്. നമ്മൾ ഏകദേശം ഒരു 20-25 ദിവസം ഉള്ളപ്പോൾ എടുത്ത് ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ളി ടേമഡ് ആക്കിയതാണ്. അത്യാവശ്യം ടോക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിട്ടു എന്നാണ് പേര്. ഇപ്പോൾ ഹലോയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ സംസാരിക്കുന്നവിടെ ഗ്രേപ്പാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുക, നല്ലപോലെ ഇണങ്ങുന്ന ഒരു ബേഡുമാണ് നമ്മുടെ ഗ്രേപ്പാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം ഒരു 20 ദിവസമുള്ള ഹാൻഡ് ഫീഡ് റേസ് ചെയ്താണ് പൂർണ്ണമായിട്ട് നല്ലപോലെ സെൽഫീറ്റായി ഫ്രൂട്ട്സ്, ധാന്യങ്ങളെല്ലാം കഴിച്ചു തുടങ്ങി ഗ്രേപ്പാരറ്റിൻ്റെ DNA കൺഫേം ചെയ്ത മെയിലാണ്. നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കൊണൂറാണ്. പൈനാപ്പിൾ കൊണൂറിൻ്റെ DNA കൺഫേം ചെയ്തതാണ്. DNA കൺഫേം ചെയ്ത പെയറാണ്. നമുക്ക് ഏകദേശം ഒരു 4-5 പെയറോളം പൈനാപ്പിൾ കൊണൂർ അവൈലബിൾ ആയിട്ടുണ്ട്. പൈനാപ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്മോൾ കൊണൂറിൽ പെട്ടതാണ്. സ്മോൾ കൊണൂറിൽ പെട്ടതാണ് പൈനാപ്പിൾ കൊണൂർ. അതുപോലെ യെല്ലോ ഷെയ്ഡ്, ഗ്രീൻ ചിക്ക്, ഇവരെല്ലാം സ്മോൾ കൊണൂറിൽ പെട്ടതാണ്. DNA കൺഫേം ചെയ്ത് DNA കാർഡ് അവൈലബിൾ ആയിട്ടുള്ളതാണ്. എക്സ്ട്രാ ഫീമെയിൽ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഫീമെയിൽ ഒരു 5-6 പീസോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാം DNA കൺഫേം ചെയ്ത് DNA കാർഡ് അവൈലബിൾ ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് ലോറീസിൻ്റെ തന്നെ ഡസ്കി ലോറിയാണ്. ഏകദേശം 5 മാസം പ്രായമുള്ള ഫുള്ളി ടേമഡ് ആയിട്ടുള്ള ഡസ്കി ലോറിയാണ്. ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് പൂർണ്ണമായിട്ട് സെൽഫീറ്റ് ആയതാണ്. ഡസ്കി ലോറിയുടെ ഒരു പ്രത്യേകത ഇതിൻ്റെ കളർ തന്നെയാണ്. വീഡിയോ കാണുന്നത് അറിയാം. ഇതിൻ്റെ കളർ തന്നെയാണ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. നമ്മുടെ നോർമൽ ലോറിയേക്കാളും നല്ലപോലെ സൈസ് വെക്കുന്ന ബേഡാണ് ഡസ്കി ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ്, നല്ലപോലെ സംസാരിക്കുന്നതാണ്, അതുപോലെ തന്നെ നല്ലപോലെ ഇണങ്ങിയതുമാണ്. നമ്മുടെ കയ്യിലൊക്കെ വന്നിരുന്നത് നല്ലപോലെ ടേമഡ് ആയതാണ്. നമ്മൾ ഏകദേശം ഒരു 20 ദിവസം ഉള്ളപ്പോൾ എടുത്ത് ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് പൂർണ്ണമായിട്ടും സെൽഫ് ഫീറ്റിംഗ് ആക്കിയതാണ്. DNA കൺഫേം ചെയ്ത് DNA കാർഡ് അവൈലബിൾ ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡ് കൊണൂറാണ്. സ്മോൾ കൊണൂറിൽപ്പെട്ട യെല്ലോ ഷെയ്ഡ് കൊണൂറാണ്. യെല്ലോ ഷെയ്ഡിൻ്റെ ഒരു പ്രത്യേകത ഡാർക്കായിട്ട് വരുന്ന ഗ്രീൻ കളർ തന്നെയാണ്. അതിന് വിൻസിലോട്ട് വരുന്ന ഡാർക്കായിട്ട് വരുന്ന ഗ്രീൻ കളറും അതുപോലെ തന്നെ ചെസ്റ്റിലോട്ട് വരുന്ന ലൈറ്റായിട്ടുള്ള റെഡ് കളറുമാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യെല്ലോ ഷെയ്ഡാണ്. DNA കൺഫേം ചെയ്ത് DNA കാർഡ് അവൈലബിൾ ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് വരുന്നതും പൈനാപ്പിൾ കൊണൂർ തന്നെയാണ്. DNA കൺഫേം ചെയ്തതാണ്. DNA കൺഫേം ചെയ്ത് DNA കാർഡ് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഏകദേശം 1 വയസ്സോളം പ്രായമുള്ളതാണ്. ഏകദേശം 1 വയസ്സോളം പ്രായമുള്ള
DNA കൺഫേം ചെയ്ത പൈനാപ്പിൾ കൊണൂറാണ്. ഏകദേശം നമുക്കൊരു 5-6 പെയറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പൈനാപ്പിൾ കൊണൂറിൻ്റെ. നെക്സ്റ്റ് വരുന്നത് 3 മെയിലാണ് സൺകൊണൂറിൻ്റെ. ഏകദേശം 1 വയസ്സിന് മേളിൽ പ്രായമുള്ള DNA കൺഫേം ചെയ്ത് DNA കാർഡ് അവൈലബിൾ ആയിട്ടുള്ള 3 മെയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം യെല്ലോ കളർ നല്ലപോലെ പൊട്ടി കയറിയിട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. ആ ഗ്രീൻ കളറൊക്കെ മാറി അത്യാവശ്യം നല്ലപോലെ യെല്ലോ കളർ കയറിയിട്ടുണ്ട്. അത്യാവശ്യം റെഡും കയറുന്ന ടൈപ്പാണ്. വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. അതിൻ്റെ കണ്ണിന് ചുറ്റും അത്യാവശ്യം റെഡ് കളർ വരുന്നുണ്ട്. അത് പ്രായം കൂടുന്നതനുസരിച്ച് ആ ഫേസിലും അതുപോലെ തന്നെ ചെസ്റ്റിലും നല്ല റെഡ് കളർ കയറുന്നതാണ്. പിൻസലോട്ടപ്പോൾ അത്യാവശ്യം നല്ലപോലെ യെല്ലോ കളർ ആയിട്ടുണ്ട്. ആ ഗ്രീൻ കളറെല്ലാം മാറി മാറി യെല്ലോ കളറിലോട്ട് വരുന്നുണ്ട്. നമുക്ക് 3 മെയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാം ഏകദേശം 1 വയസ്സൊക്കെ പ്രായമുള്ള മെയിലുകളാണ്. DNA കാർഡ് അവൈലബിൾ ആയിട്ടുള്ള 3 മെയിലാണ്. നെക്സ്റ്റ് വരുന്നത് ഗണ്ടയുടെ ഒരു മെയിലാണ്. ഗണ്ടയുടെ 2 വയസ്സ് പ്രായമുള്ള മെയിലാണ്. അത്യാവശ്യം നല്ല കളറുള്ളതാണ്. നോർമലിനേക്കാളും അത്യാവശ്യം നല്ല റെഡുള്ള ഗണ്ടയുടെ മെയിലാണ്. 2 വയസ്സോളം പ്രായമുള്ളതാണ്. ഏകദേശം 2 വയസ്സോളം പ്രായമുള്ള മെയിലാണ്. അത്യാവശ്യം ഫേസിലോട്ടും ചെസ്റ്റിലോട്ടും ഒക്കെ അത്യാവശ്യം റെഡ് കളറുള്ള DNA കൺഫേം ചെയ്ത് DNA കാർഡ് അവൈലബിൾ ആയിട്ടുള്ള മെയിലാണ്. നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ്. ആഫ്രിക്കൻ്റെ ഫിഷർ വെറൈറ്റിയാണ്. പൈഡ് വെറൈറ്റിയാണ്. വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. വൈറ്റും അതുപോലെ തന്നെ ബ്ലൂഡാണ്. പൈഡ് വെറൈറ്റിയാണ്. ഫിഷർ വെറൈറ്റിയാണ്. ഏകദേശം 1 വയസ്സോളം പ്രായമുള്ളതാണ്. ആഫ്രിക്കൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷർ എന്ന് പറഞ്ഞാൽ കണ്ണിന് ചുറ്റി റിങ്ങി വരുന്നതാണ്. പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് ചുറ്റി റിങ്ങി വരാത്തതാണ് പീച്ച് വെറൈറ്റി എന്ന് പറഞ്ഞാൽ. ഏകദേശം 1 വയസ്സ് പ്രായമുള്ള ആഫ്രിക്കൻ്റെ ഫിഷർ വെറൈറ്റിയാണ്. നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ്. ആഫ്രിക്കൻ്റെ ഫിഷർ വെറൈറ്റി തന്നെയാണ്. 2 പേരാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് വരുന്നത് യെല്ലോയുടെ പൈഡും അതുപോലെ തന്നെ വൈറ്റുമാണ്. 2 പേരാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം 8 മാസം പ്രായമുള്ളതാണ്. 8 മാസം പ്രായമുള്ള ഫിഷർ വെറൈറ്റി തന്നെയാണ്. നല്ല ചുവന്ന ചുണ്ടൊക്കെ വരുന്ന ഫിഷർ വെറൈറ്റിയുടെ 1 പെയറും അതുപോലെ തന്നെ വൈറ്റിൻ്റെ 1 പെയറുമാണ് വരുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും നമുക്ക് ഓൾ കേരള നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ചാർജ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. ഡെലിവറി ചാർജ് വരുന്നത് 400 രൂപ ഡെലിവറി ചാർജ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.